ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ, പലതരം ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് കഴിഞ്ഞ ഒരു വാരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവസാനിക്കുമ്പോൾ ഈ ബന്ധത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് അറിഞ്ഞവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: റിലേഷണൽ അവയർനെസ് ആൻഡ് സസ്റ്റൈനബിൾ സൊസൈറ്റി ഡിസൈൻ റീസ്റ്റോർ ഹോൾ സിസ്റ്റം ബാലൻസ്. ബന്ധബോധവും സുസ്ഥിര സമൂഹ രൂപകൽപ്പനയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം പ്രപഞ്ച വിന്യാസത്തിലെ ബന്ധങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. വ്യവസ്ഥാവീക്ഷണം ജീവൽ വ്യവസ്ഥയിലെ ഏതൊന്നിനെയും ഒറ്റപ്പെട്ട വ്യക്തിയോ വസ്തുവോ സംഭവമോ സ്ഥലകാലമോ ആയി കാണാതെ അതിന്റെ വിന്യാസങ്ങളെയും പ്രവാഹങ്ങളെയും പ്രതികരണങ്ങളെയും പരിഗണിച്ച് വീക്ഷിക്കുന്നു. ബന്ധങ്ങളെ അറിയുന്നത് പിഴവുകൾ കണ്ടെത്തുന്നതിനുള്ള പ്രവണത കുറച്ച് ഘടനാപരമായ തിരുത്തലിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ തിരുത്തൽ എന്നത് കേവലം ഫലങ്ങളെ മാത്രം ശരിയാക്കുകയല്ല, മറിച്ച് ആരോഗ്യത്തിലും സമൂഹത്തിലും പരിസ്ഥിതിയിലുമുള്ള ബന്ധങ്ങളെ പുനർവിന്യസിക്കുകയാണ് എന്ന് വ്യവസ്ഥാവീക്ഷണം ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ നാം ഒരു ജനതയുടെ സുസ്ഥിര ജീവനത്തെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിലെ വിഭവങ്ങളും ഊർജവും വിവരവും കർത്തവ്യങ്ങളും ശരിയായും ഉത്തരവാദിത്വപൂർണമായും ഒഴുകുന്ന രീതിയിൽ നിർവഹിക്കേണ്ടതുണ്ട്. സുസ്ഥിര ജീവന ഗ്രാമനിർമ്മിതിക്കായി ഒളിമ്പസ് ആഹ്വാനം ചെയ്യുന്നത് കേവലം അനുയായികളെ മാത്രമല്ല, ആഴത്തിൽ നിരീക്ഷിച്ച് സ്വയം തിരുത്തി ജീവിത വ്യവസ്ഥകളെ സമഗ്രതയിലേക്ക് പുനർരൂപകൽപ്പന ചെയ്യുന്ന ബന്ധബോധമുള്ള ചിന്തകരെയാണ്. സ്വാഗതം. അപ്പോ ഇതാണ് നമ്മുടെ വിഷയം, ബന്ധബോധം. നമ്മൾ സാധാരണ മനുഷ്യര് വസ്തുക്കളെ കാണുമ്പോൾ, വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഭവത്തെ, ഒരു സാഹചര്യത്തെ കാണുമ്പോൾ അതുമാത്രമായി എടുക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. അതുമാത്രമായി, അതായത് ഒരു വസ്തുവിനെ എടുത്ത് അതുമാത്രമായി നമ്മൾ പരിഗണിച്ചാൽ അതിന്റെ മറ്റു ഗുണങ്ങൾ, മറ്റു ബന്ധങ്ങൾ, മറ്റ് പശ്ചാത്തലങ്ങൾ എന്നിവയെ അറിയില്ല. പശ്ചാത്തലത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് പൂർണ്ണമാവുകയുമില്ല. ഇപ്പോ ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണ പശ്ചാത്തലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഒരു സിദ്ധാന്തം മുൻപോട്ട് വയ്ക്കുമ്പോൾ ഇന്ന ഒരു അതിനുള്ളിൽ ഇന്ന കണ്ടീഷനുകൾക്കുള്ളിൽ ആയിരിക്കുമ്പോൾ ഇതിങ്ങനെയായിരിക്കും എന്ന് പറയും. അത് ശാസ്ത്രീയതയുടെ ഒരു വെളിപ്പെടുത്തലിന്റെ സൗകര്യമാണ്. അതായത് ഇന്ന കണ്ടീഷനുകളെല്ലാം നിർവഹിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷനുകൾക്കകത്തായിരിക്കുന്ന സമയത്ത് അതിങ്ങനെയാണ്, അതിനപ്പുറത്തായിരിക്കുന്ന സമയത്ത് ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശയം അതിനകത്തുണ്ട്. പലപ്പോഴും ഒരു വസ്തു ആ പറയുന്ന പർട്ടിക്കുലർ സന്ദർഭത്തിനകത്ത് അല്ലെ പർട്ടിക്കുലർ കണ്ടീഷനകത്തു മാത്രമായി നിലനിൽക്കുന്നില്ല. ഏതൊരു വസ്തു നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിനകത്താണ്, അതിനകത്ത് മിൽക്കി വേക്കകത്താണ്, സോളാർ സിസ്റ്റത്തിനകത്താണ്, മറ്റേ ഭൗമ സത്തയ്ക്കകത്താണ്, ജീവരാശിക്കകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു പരിസ്ഥിതിക്കകത്താണ്. ഈ പരിസ്ഥിതിക്കകപ്പെട്ട് പറയുമ്പോൾ അതിന് വ്യാപ്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തോളമാണ്. അത്രത്തോളം വ്യാപ്തിയിൽ കിടക്കുന്ന ഒന്നിന്റെ നടുവിലുള്ള ഒരു കാര്യത്തെ ചെറിയൊരു വട്ടം വരച്ചിട്ട് ഇതിനകത്തുള്ളത് വച്ച് നമ്മൾ ഇങ്ങനെ കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ സാന്ദർഭികമായി ആ നോട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ അവിടേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ ശരിയായിരിക്കും. അപ്പൊ അതിന് വരുന്ന വരായികകൾ, അതിലുള്ള പ്രത്യേകതകൾ, അതിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം നമ്മൾ അവിടെ വെച്ച് മാത്രം കണക്കാക്കുന്ന സമയത്ത് അത് ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ
നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും തികച്ചും ചെറുതായിരിക്കും. അപ്പോൾ നമുക്കതിന്റെ യാഥാർത്ഥ്യത്തെ കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് പനി വന്നു. പനി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത രണ്ട് ചോദ്യം, വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ മഴ കൊണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ആ മഴ കൊണ്ടു, വെള്ളം കുടിച്ചു. ഈ വെള്ളം കുടിച്ചു, മഴ കൊണ്ടു എന്നുള്ളത് കൊണ്ട് പനി വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചികിത്സിക്കുമ്പോൾ പനി മാറ്റാനായിരിക്കും ചികിത്സിക്കുക. യഥാർത്ഥത്തിൽ പനി എന്നുള്ള ആ ഒരു അവസ്ഥ വരാൻ കാരണമായത് എന്ത് എന്നുള്ളതിന്റെ സമ്പൂർണമായിട്ടുള്ള ഒരു പരിശോധനയായില്ല. പനി വന്ന വ്യക്തിയുടെ ജീവിത പശ്ചാത്തലങ്ങൾ മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. അയാളുടെ ശാരീരിക പശ്ചാത്തലങ്ങൾ മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ വെളിയിൽ കളയാനായിട്ട് ശരീരം നടത്തുന്ന ആ മെക്കാനിസം എന്തിന്റെ എല്ലാം ആകത്തുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പനി എന്നുള്ളത് എന്തുകൊണ്ട് വന്നു, ഇനി അത് എത്രത്തോളം ഉണ്ടാകും, എപ്പോൾ അത് മാറും എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാനും പ്രവചിക്കാനും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാനും കഴിയും. പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. പനി വന്നു, അപ്പോ ഈ നാട്ടുനടപ്പനുസരിച്ചൊരു ചോദ്യമുണ്ട്, അത് വെള്ളം മാറിക്കുടിച്ചോ അല്ലെങ്കിൽ മഴ കൊണ്ടോ വെയിൽ കൊണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കും. പക്ഷെ പനി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പനിക്ക് പശ്ചാത്തലമാകുന്ന ഒരു സാഹചര്യത്തെ പരിഗണിക്കാതെ നമ്മൾ ഒരു ടാബ്ലറ്റ് കൊടുത്തുകൊണ്ട് ആ പനിയെ നിയന്ത്രിക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യുക. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാണ്. ജീവിതത്തിലെ മിക്കവാറും ഏതാണ്ട് എല്ലാ കാര്യങ്ങളെയും നമ്മൾ സമീപിക്കുന്ന ഈ വിധത്തിലാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണ്ട് അത് അപ്ലൈ ചെയ്യും. പക്ഷെ ഈ പ്രശ്നം മാറില്ല, കാരണം പശ്ചാത്തലം മാറുന്നില്ല, സാഹചര്യങ്ങളും മാറുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ അവിടെ ബന്ധങ്ങളെ അറിയേണ്ടതുണ്ട്. ഈ സത്ത അല്ലെങ്കിൽ ആ സാഹചര്യം എന്തുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ പലതരം ബന്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ വ്യവസ്ഥാവീക്ഷണം അനുസരിച്ച് നമ്മൾ സിസ്റ്റമിക് തിങ്കിങ്ങിലൂടെയാണല്ലോ ഇതിലെല്ലാം സമീപിക്കുന്നത്. അപ്പൊ വ്യവസ്ഥാവീക്ഷണം അനുസരിച്ച് ജീവന വ്യവസ്ഥയിൽ ഏതൊന്നിനെയും ഒറ്റപ്പെട്ട വ്യക്തിയോ വസ്തുവോ സംഭവമോ അല്ലെങ്കിൽ സ്ഥലകാലമോ ആയി കാണാതെ അതിനെ വിന്യാസങ്ങളെയും പ്രവാഹങ്ങളെയും പ്രതികരണങ്ങളെയും പരിഗണിച്ച് വീക്ഷിക്കുന്നു. ഇത് എന്തെല്ലാം വിന്യാസങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്, എന്തെല്ലാം വിന്യാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, എന്തെല്ലാം പ്രവാഹങ്ങളുമായിട്ട്, ഒഴുക്കുകളുണ്ടല്ലോ ആ പ്രവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, എന്തെല്ലാം തരത്തിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെല്ലാം പ്രതികരണങ്ങൾ. ഇത് ഒരു തരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ പരിസ്ഥിതി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത്, ഇതിനെല്ലാം പരിഗണിച്ചിട്ടാണ് വ്യവസ്ഥാവീക്ഷണം അതിനെ കാണുന്നത്. അല്ലാണ്ട് ആ വസ്തുവിനെ വസ്തു മാത്രമായി, വ്യക്തിയെ വ്യക്തി മാത്രമായി കാണുന്നതില്ല. ഒരാളെ കണ്ടു, അയാളുടെ ശരീരം വെച്ച് നമ്മൾ അളക്കുകയാണ്, ഇയാൾ ഇന്നതാണ് എന്ന് നമ്മൾ അളന്നിട്ട് നമ്മളൊരു പരിഹാരം നൽകുന്നതും. ഇപ്പോ പാമ്പ് കടി ഏൽക്കുന്നു ഒരാൾക്ക്, അയാളെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ വ്യക്തി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇപ്പൊ അതിനെ ആന്റിവെനം കൊടുത്തുകൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു. ഇത് വാവാ സുരേഷിനെ പോലുള്ള ഒരാളാണെങ്കിൽ ഈ കൊടുക്കുന്ന ആന്റിവെനം മതിയാവുമോ? ഇല്ല. അപ്പോ വാവാ സുരേഷ് ആരാട്, എന്താണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്താൽ മാത്രമേ ആന്റിവെനം കൊടുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ റിസൾട്ട് ഫുൾ ആവുകയുള്ളൂ. അതുപോലെ നമ്മൾ ആ ഒരു സത്തയെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിന്യാസങ്ങൾ എന്താണ്, അതിന്റെ പ്രവാഹങ്ങൾ, പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ്, പ്രതികരണ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫാൾട്ട് ഫൈൻഡിങ് എന്നുള്ളത് മനസ്സിലാവുക. പക്ഷെ പലപ്പോഴും ഈ ഫാൾട്ട് ഫൈൻഡിങ് എന്നുള്ളത് പ്രശ്നത്തെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഈ അതിലെന്താണ് പ്രശ്നം, അതിന് പരിഹാരം എന്ന രീതിയിൽ കാണുന്നതിന് പകരം ബന്ധങ്ങളെ അറിയുന്ന സമയത്ത് പിഴവുകൾ കണ്ടെത്താനുള്ള പ്രവണതയുണ്ടല്ലോ, നമ്മൾ ഈ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള പിഴവുകൾ കണ്ടെത്താനുള്ള ആ ഒരു നമ്മുടെ പ്രവണത കുറച്ചു കൊണ്ടുവന്നിട്ട് ഘടനാപരമായ തിരുത്തലിലേക്ക് നമ്മളെ നയിക്കുന്നു. അതായത് ഇതിനൊരു എറർ ഉണ്ട്, ആ എറർ മാറ്റുക. മറ്റേ ടയറിന്റെ സൈഡ് തേഞ്ഞുപോയി, അതുകൊണ്ട് ടയർ മാറ്റുക എന്നൊരു പരിപാടിക്ക് പകരം ടയറിന്റെ സൈഡ് തേഞ്ഞു പോകാൻ കാരണമായത് എന്താണ്, അതിന്റെ ബെയറിങ്ങിലുള്ള പ്രശ്നമാണോ, ഡ്രൈവിങ്ങിലുള്ള പ്രശ്നമാണോ, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വാഹനത്തിനുള്ള കേപ്പബിലിറ്റിയുടെ പ്രശ്നമാണോ, എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അത് ബന്ധങ്ങളെ പരിഗണിക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ, അത് വ്യവസ്ഥാവീക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പിഴവുകൾ കണ്ടെത്താൻ നമ്മുടെ ആ ഒരു പ്രവണത കുറയ്ക്കും. എന്നുവെച്ചാൽ പിഴവുകൾ കാണണ്ടെന്നല്ല, പിഴവുകൾ കാണണം.
പിഴവുകൾ കണ്ടിട്ട് ആ പിഴവുകളുടെ കണ്ടെത്തി അതിന് പരിഹാരം മാത്രം കൊടുക്കുന്ന പ്രവണത കുറച്ചുകൊണ്ട് ഇതിനെ ഘടനാപരമായി ഇങ്ങോട്ടാണ് തിരുത്തേണ്ടത് എന്നതിലേക്ക് നയിക്കുന്നു. ഈ യഥാർത്ഥത്തിലുള്ള ഒരു തിരുത്തൽ എന്ന് പറയുന്നത് ഈ ഫലങ്ങളെ ശരിയാക്കുക എന്നുള്ളതല്ല. എന്താണ് റിസൾട്ട്? ഇതിനെ ശരിയാക്കുക അല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഒരു വ്യവസ്ഥയുടെ ആരോഗ്യം, അതിരിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു പരിസരം, അതിന്റെ പരിസ്ഥിതി തുടങ്ങിയ ബന്ധങ്ങളെ പുനർവിന്യസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു ട്രബിൾ ഷൂട്ടിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ നടത്തുന്ന സമയത്ത് അത് നൽകുന്ന ഫലങ്ങളെ ശരിയാക്കുക എന്ന് മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോ പണ്ട് മറ്റേ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന കാലത്ത് എറർ വരും. എറർ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറർ വരും. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു സാറുണ്ടായിരുന്നു. ആ സാറോട് പറയും, സാർ എറർ മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞ് കാണിച്ചാൽ പുള്ളി എന്താ ചോദിച്ചാൽ ഈ എറർ വന്ന ലൈൻ നോക്കും. ലൈനിന്റെ മുമ്പിൽ ഒരു എന്തോ ഒരു മാർക്ക് ഇടും. അത് എന്താണെന്ന് ഓർമ്മയില്ല ഇപ്പൊ. അതിന്റെ ഒരു മാർക്കിട്ട് കഴിഞ്ഞാൽ ആ ലൈൻ പിന്നെ കമ്പ്യൂട്ടർ പരിഗണിക്കില്ല, കമ്പൈലേഷൻ അത് ഒഴിവാകും, പിന്നെ എറർ കാണിക്കില്ല. അങ്ങനെയാണ് നമ്മൾ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. അപ്പൊ തിരുത്തൽ എന്ന് പറയുന്നത് ഫലത്തെ ശരിയാക്കലല്ല, എറർ മെസ്സേജ് വന്നു എന്നുള്ളത് ശരിയാക്കലല്ല, മറിച്ച് അതിന്റെ ആരോഗ്യം എന്താണ്, ആ വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണ്, അതിന്റെ ആ കൂട്ടവുമായിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, അതിന്റെ ഒരു ടോട്ടൽ ടാസ്കുമായിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്, അതിന്റെ ഇരിക്കുന്ന എൻവയോൺമെന്റിൽ അതെങ്ങനെയാണ് ശരിയായിരിക്കുന്നത്, ആ ശരിയായിരിക്കുന്നതിൽ അപാകമുണ്ടെങ്കിൽ അതിനെ പുനർവിന്യസിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യവസ്ഥാ വീക്ഷണം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒളിമ്പസിൽ ഇവിടെ ചെയ്യുന്നത് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കലാണല്ലോ. ഒരു ജനതയുടെ സുസ്ഥിര ജീവിതത്തെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിലെ വിഭവങ്ങളും ഊർജവും വിവരവും കർത്തവ്യങ്ങളും ശരിയാവിധം ശരിയായും ഉത്തരവാദിത്വപൂർണമായി ഒഴുകുന്ന രീതിയിൽ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെയാണ്. പ്രകൃതി ഇത്രയും കാലം കൊണ്ട് ഒരുക്കിയെടുത്ത ഒരു ജനസംസ്കാരം ഇവിടെയുണ്ട്. അത് എത്തി നിൽക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ പുതിയൊരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാകുന്ന സമയത്ത് അതിലെ വിഭവങ്ങള്, അതിന്റെ ഊർജം, അതിലെ ഇൻഫർമേഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതിനെയൊക്കെ ശരിയായി വളരെ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് ഇത് നടപ്പിലാകണമെങ്കിൽ, സുസ്ഥിര ജീവനത്തിന്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്സിനെ കുറിച്ച് അറിയണം. വിഭവങ്ങൾ എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു, അതിലെ ഊർജം എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു, അത് എന്തിലേക്കാണ് കൊടുക്കുന്നത്, ഒരു ഇൻഫർമേഷൻ കിട്ടി അത് എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിന്റെ കണക്ഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഡിസൈൻ നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ വ്യവസ്ഥയെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലെ വിഭവങ്ങളോ ഘടകങ്ങളോ എല്ലാം എങ്ങനെ, എവിടെ, എപ്പോൾ, എന്ത് എന്നത് ബന്ധപൂർണമായ രീതിയിൽ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ റിലേഷണൽ അവയർനെസ് എന്നുള്ളതിന് വല്ലാതെ പ്രാധാന്യമുണ്ട്. എല്ലാം എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു വല്ലാതെ പ്രാധാന്യമുണ്ട്. സുസ്ഥിര ജീവന ഗ്രാമനിർമ്മിതിക്കായി ഒളിമ്പസ് ആഹ്വാനം ചെയ്തത് കേവലം അനുയായികളെ മാത്രമല്ല, ഇത് ഒളിമ്പസിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാഠമല്ല. ആഴത്തിൽ നിരീക്ഷിച്ച് സ്വയം തിരുത്തി ജീവിത വ്യവസ്ഥകളെ സമഗ്രതയിലേക്ക് പുനർരൂപകൽപ്പന ചെയ്യുന്ന ബന്ധബോധമുള്ള ചിന്തകരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഈ റിലേഷണൽ അവയർനെസ് എന്നുള്ളതിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് സമഗ്രബോധ്യത്തോടുകൂടി, ഈ ബന്ധബോധ്യത്തോടുകൂടി കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന, അതിനെ അനുസരിച്ച് കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിലുള്ള ആളുകളുണ്ട്, രാഷ്ട്രത്തിന് രൂപകൽപ്പന ചെയ്യുന്നവരുണ്ട്, പരിസ്ഥിതി കേന്ദ്രമായ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇവരൊക്കെ തന്നെ ഈ ബന്ധബോധ്യത്തെ ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മളൊരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി ഇത് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ സുസ്ഥിരതയൊന്നും ആലോചിച്ചില്ലെങ്കിൽ പോലും മിനിമം കാര്യങ്ങൾ
നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് തകരാത്ത പാലങ്ങളും പണി തീർന്ന് 1 വർഷം കഴിയുമ്പോഴേക്കും തകരാത്ത റോഡുകളും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഔഷധത്തിന്റെ പ്രയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴേക്കും അത് തെറ്റായിരുന്നു എന്നുള്ള പ്രസ്താവനകളൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഏതൊരു സമൂഹത്തിലെ ഏതൊരു പ്രക്രിയയും നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ബന്ധബോധ്യം, അതിന്റെ സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്ന സമയത്ത് അത് എന്തെല്ലാം കാര്യങ്ങളുമായി സമഗ്രമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന ബന്ധബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ ബോധ്യത്തിലായിരുന്നു കൊണ്ട് ആകട്ടെ നമ്മുടെ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ നിങ്ങളും പങ്കാളിയാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.